ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് കിക്ക് ഓഫ് കുറിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരെ ആശങ്കയിലാഴ്ത്തി സംപ്രേഷണാവകാശ തർക്കം മുറുകുന്നു. ലോകകപ്പ് പോരാട്ടങ്ങൾ ഇന്ത്യയിൽ തത്സമയം കാണാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. ഫിഫ ആവശ്യപ്പെട്ട വൻതുകയും ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റർമാരുടെ വാഗ്ദാനവും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിലായി നടക്കുന്ന ഇത്തവണത്തെ ലോകകപ്പിൽ മത്സരങ്ങളുടെ സമയക്രമമാണ് ഇന്ത്യൻ കമ്പനികളെ പിന്നോട്ടടിപ്പിക്കുന്നത്. ആകെ 104 മത്സരങ്ങളിൽ 13 മാത്രമാണ് ഇന്ത്യൻ സമയം രാത്രി 9:30 10:30 നടക്കുന്നത്. ബാക്കിയുള്ളവ അർദ്ധരാത്രിയിലും പുലർച്ചെയുമാണ്. ഈ സമയത്ത് എത്രത്തോളം പ്രേക്ഷകരെ ലഭിക്കുമെന്ന ആശങ്കയിലാണ് കമ്പനികൾ. കൂടാതെ ക്രിക്കറ്റിലേതുപോലെ ഇടവേളകളിൽ പരസ്യം നൽകാനുള്ള പരിമിതമായ സാധ്യതയും ബ്രോഡ്കാസ്റ്റർമാരെ മാറി ചിന്തിപ്പിക്കുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 2026-2030 ലോകകപ്പുകളുടെ സംപ്രേഷണാവകാശത്തിനായി ഏകദേശം 830 കോടി രൂപയാണ് ഫിഫ ആദ്യം കണക്കാക്കിയത്. എന്നാൽ ഇന്ത്യൻ കമ്പനികൾ താൽപര്യം കാട്ടാതായതോടെ ഇത് പിന്നീട് 324 കോടി രൂപയിലേക്ക് ഫിഫ താഴ്ത്തി. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിന്റെ അവകാശം വിയാകോം 18 സ്വന്തമാക്കിയത് ഏകദേശം 574 കോടി രൂപയ്ക്കായിരുന്നു. നിലവിൽ വിയാകോമും ജിയോ ഹോട്ട്സ്റ്റാറും ലയിച്ചതോടെ ലേലത്തിൽ പങ്കെടുക്കുന്ന കമ്പനികളുടെ എണ്ണം കുറഞ്ഞതും ഫിഫയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. അതേസമയം വിഷയത്തിൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ഇന്ത്യയുടെ വലിയ കായിക വിപണിയെ ആർക്കും അവഗണിക്കാനാവില്ലെന്ന് AIFF ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സത്യനാരായൺ പറഞ്ഞു. ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ആരാധകർക്ക് നിരാശപ്പെടേണ്ടി വരില്ലെന്നാണ് ഫെഡറേഷന്റെ നിലപാട്. ഖത്തർ ലോകകപ്പിൽ 167 മില്യൺ പ്രേക്ഷകരായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ലോകകപ്പ് ജൂൺ 12-നാണ് ആരംഭിക്കുന്നത്. ഫിഫ പുറത്തുവിട്ട ഏഷ്യൻ രാജ്യങ്ങളുടെ സംപ്രേഷണ പട്ടികയിൽ ജപ്പാനും ഇന്തോനേഷ്യയും സിംഗപ്പൂരും ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ പേര് ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്.